ഗാസയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ പുതിയ തലവനുമായ മുഹമ്മദ് ഔദയെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ തലവനായിരുന്ന ഇസ്സുദ്ദീൻ അൽ ഹദ്ദാദ് കൊല്ലപ്പെട്ട ദിവസങ്ങൾക്കുള്ളിലാണ് പുതിയ തലവനെതിരെയും ആക്രമണം നടത്തിയത്. ഗാസ സിറ്റിയിലെ റിമാൽ മേഖലയിലെ ഒരു ഫ്ളാറ്റ് കെട്ടിടത്തിലാണ് ഔദ ഉണ്ടായിരുന്നതെന്നും ഇവിടേക്കാണ് ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രയേൽ സൈന്യം അറിയിക്കുന്നത്. ഇസ്രയേൽ അതിർത്തിക്കകത്ത് കടന്ന് 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. ഈ സമയത്ത് ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്നു മുഹമ്മദ് ഔദ. ഇസ്രയേൽ അതിർത്തിയിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ബലഹീനതയെ തിരിച്ചറിഞ്ഞ ഔദയും അദ്ദേഹത്തിന്റെ കീഴിലെ പ്രവർത്തകരും ശേഖരിച്ച വിവരങ്ങളാണ് ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക് കലാശിച്ചത്. കൊല്ലപ്പെട്ട ഇസ്സുദ്ദീൻ അൽ ഹദ്ദാദിന് പകരക്കാരനായി ഏകദേശം ഒരാഴ്ച മുൻപാണ് മുഹമ്മദ് ഔദയെ ഹമാസ് സൈനിക തലവനായി നിയമിച്ചത്. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വധിക്കുമെന്ന് നേരത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചിരുന്നു. എങ്കിലും മുഹമ്മദ് ഔദ കൊല്ലപ്പെട്ടോ എന്ന് വ്യക്തമല്ല. ആക്രമണം ലക്ഷ്യം കണ്ടതായാണ് ഇസ്രയേലി മാധ്യമങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ. മുഹമ്മദ് ദെയ്ഫ്, ഹഹിയ സിൻവാൻ, മുഹമ്മദ് സിൽവാർ എന്നിവർ കൊല്ലപ്പെട്ട ശേഷം ഹമാസിന്റെ സൈനിക സംവിധാനം പുനഃസംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് മുഹമ്മദ് ഔദ. മുൻപ് പലതവണ ഇദ്ദേഹത്തെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. അതേസമയം ഗാസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫ്ലോറ്റില്ലയിലെ മനുഷ്യാവകാശ പ്രവർത്തകരോടുള്ള ഇസ്രയേലിന്റെ ക്രൂരമായ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് ഓസ്ട്രേലിയൻ പാർലമെന്റിനുള്ളിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ചൊവ്വാഴ്ച പാർലമെന്റിലെ മാർബിൾ ഫോയറിലെ ഒത്തുചേർന്ന പ്രതിഷേധക്കാർ ഇസ്രയേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഓസ്ട്രേലിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ അധികൃതർ ഫ്ലോറ്റില്ല പ്രവർത്തകരെ തടങ്കലിൽ വെച്ചിരിക്കുന്ന രീതിയെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നതിനായി കൈകൾ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധക്കാർ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും ഗാസയിലെ വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ഫ്ലോറ്റിലയിലുണ്ടായിരുന്ന ഓസ്ട്രേലിയക്കാർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ തടങ്കലിൽ വെച്ച് ഇസ്രയേൽ സൈന്യത്തിൽ നിന്നും നേരിട്ട അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. തടങ്കലിലായിരുന്ന സമയത്ത് അതിശക്തമായ മർദ്ദനവും ലൈംഗിക അതിക്രമങ്ങളും നേരിടേണ്ടി വന്നതായി ഇവർ ആരോപിക്കുന്നു. വൈദ്യുതാഘാതം ഏൽപ്പിക്കുക, പ്രവർത്തകരെ നഗ്നരാക്കി ഓടിക്കുക തുടങ്ങിയ ക്രൂരമായ നടപടികൾ ഇസ്രയേൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ വെച്ച് കപ്പലുകൾ തടഞ്ഞ ശേഷം പ്രവർത്തകരെ മുട്ടുകുത്തി നിർത്തി ഇസ്രയേൽ പതാക വീശി വംശീയമായി അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നു. തീവ്ര വലതുപക്ഷവാദിയും ഇസ്രയേൽ മന്ത്രിയുമായ ഇറ്റാമ ബെൻ-ഗുർ ഫ്ലോറ്റില്ല ആക്ടിവിസ്റ്റുകളെ അപമാനിക്കുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു. ഇതോടെ ബെൻ-ഗുറിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ തടവുകാർ പീഡിപ്പിക്കപ്പെട്ടു എന്ന ആരോപണങ്ങൾ ഇസ്രയേൽ അധികൃതർ നിഷേധിക്കുകയും ചെയ്തു. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്ന ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല ദൗത്യത്തിലെ ആക്ടിവിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേൽ നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞത്. ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക് ഹെർഗോസുമായി നടത്തിയ ടെലിഫോൺ ചർച്ചയിൽ മാർക്ക് കാർണി ഇക്കാര്യം ആവശ്യപ്പെട്ടതായി കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെയാണ് അറിയിച്ചത്. ആക്ടിവിസ്റ്റുകൾക്കെതിരായ അതിക്രമങ്ങളെ പ്രധാനമന്ത്രി അപലപിച്ചതായും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഫ്ലോട്ടില്ല കപ്പലുകളിൽ ഉണ്ടായിരുന്ന കനേഡിയൻ പൗരർ അടക്കമുള്ള സാധാരണക്കാർക്കെതിരെയുണ്ടായ ഭയാനകമായ ഇടപെടലിനെ അംഗീകരിക്കില്ല എന്ന നിലപാട് ചർച്ചയിൽ അദ്ദേഹം ആവർത്തിച്ചതായി വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഫ്ലോട്ടില്ല ആക്ടിവിസ്റ്റുകൾക്കെതിരെ ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമ ബെൻ-ഗുർ നടത്തിയ പ്രസ്താവനകളെ ശക്തമായി അപലപിക്കുന്നതായും കനേഡിയൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സാധാരണ ജനങ്ങളുടെ സംരക്ഷണവും മനുഷ്യന്റെ അന്തസ്സിനെ മാനിക്കലും എല്ലായിടത്തും എല്ലാ സമയത്തും പാലിക്കേണ്ട കാര്യമാണെന്നും കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.